നമസ്കാരം, എല്ലാവർക്കും ജിത്തൂസ് ജേണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അങ്ങനെ നമ്മൾ കാത്തുകാത്തിരുന്ന 2024 ബത്തേരി മാരിയമ്മ ക്ഷേത്രത്തിലെ മഹോത്സവത്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതിനു മുൻപുള്ള വീഡിയോകളൊക്കെ കഴിഞ്ഞ വർഷത്തെ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. ഇതിന്റെ ചരിത്രങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ ഫെബ്രുവരി 28-നാണ് ഇവിടെ കൊടിയേറിയത്. അത് കഴിഞ്ഞിട്ട് പല ദിവസങ്ങൾ, അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലെല്ലാം വിവിധ കലാപരിപാടികളാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇന്ന് മാർച്ച് 5-ആണ്. ഇന്നാണ് ഇതിന്റെ താലപ്പൊലി എഴുന്നള്ളത്തും അതിന്റെ പൂർണ്ണ രൂപം എന്നുള്ളത്. അപ്പൊ താലപ്പൊലി എഴുന്നള്ളത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും വലിയ താലപ്പൊലിയാണ് നമ്മുടെ ബത്തേരി മാരിയമ്മ ക്ഷേത്രത്തിൽ ഉള്ളത് എന്നുള്ളതാണ്. റെക്കോർഡ് താലപ്പൊലിയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാന ഒരു ആചാരം എന്ന് പറയുന്നത് കരക എഴുന്നള്ളത്ത്, കുംഭ എഴുന്നള്ളത്ത്, കനലാട്ടം, ഗുരുസിയാട്ടം. ഇതൊക്കെ പുലർച്ചെയാണ്. ഇതൊക്കെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, മാരിയമ്മ ക്ഷേത്രത്തിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ ചോള ഭരണ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. നമ്മൾ അതൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ബത്തേരിയുടെ പഴയ പേര് ഹന്നരുടെ ബീതി എന്നുള്ള ഒരു കന്നഡ വേടായിരുന്നു. അതായത് 12 തെരുവുകൾ എന്ന അർത്ഥം വരുന്ന ഒരു കന്നഡ വീട്. അതെന്താണ് അങ്ങനെ ഉണ്ടാവാനുള്ള കാരണം എന്നൊക്കെ നമ്മൾ ചെയ്തിരുന്നു. ഇവിടെ ഒരു ജൈന ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ളൊരു പേരായിരുന്നു. പിന്നീട് അത് ഗണപതി വട്ടത്തിലേക്ക് മാറി. അത് കഴിഞ്ഞാണ് ടിപ്പുവിന്റെ പടയോട്ടങ്ങൾ ഇതിൽ നടക്കുന്നത്. സുൽത്താന്റെ ആയുധശേഖരം എന്ന അർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ പിന്നെ ഈ സ്ഥലത്തെ സുൽത്താൻസ് ബാറ്ററി എന്ന് വിശേഷിപ്പിച്ച് പിന്നെ സുൽത്താൻ ബത്തേരിയായി. ഈ ചരിത്രമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്ന് മാരിയമ്മൻ കോവിലെ മഹോത്സവം കൊണ്ടാടാനായിട്ട് ജാതിഭേദമന്യേ ഒരുപാട് ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇതിന്റെ ബാക്കി വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ നമുക്ക് നേരെ വീഡിയോയിൽ ചെന്നിട്ട് കാണാം. എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോരാ. ഓക്കേ, അപ്പൊ ഇതാണ് നമ്മുടെ ബത്തേരി മാരിയമ്മ ക്ഷേത്രം. വളരെ പ്രശസ്തമായ പുരാതനമായ ക്ഷേത്രം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ക്ഷേത്രം. ഇതുകൊണ്ട് ഇവിടെയാണ് നമ്മുടെ കനലാട്ടം നടക്കുന്നത്. ആ കനലാട്ടത്തിനുള്ള ആ ഏരിയ, ആഴി ഒരുക്കാനുള്ള ഏരിയയാണ് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ വിറകുകൾ ഇതിനി എഴുന്നള്ളത്തൊക്കെ വന്നതിന് ശേഷമാണ് ഈ വിറക് കത്തിച്ച് ഇവിടെ വലിയ കനല് ആഴി ഉണ്ടാക്കിയിടുകയാണ് ചെയ്യുക. അതിലേക്കാണ് കനലാട്ടം നടക്കുന്നത്. അതുപോലെ തന്നെ ഗുരുസിയാട്ടമൊക്കെ അവിടെ നടക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. മാരിയമ്മ ദേവിക്ക് ഇഷ്ട വഴിപാടായ മഞ്ഞളും കുരുമുളകും ഒക്കെ ഇവിടെ കൊടുക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. നമ്മൾ ഈ ക്ഷേത്രമുറ്റത്ത് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. പല ആഘോഷത്തിന്റെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓരോ ഗോത്രാചാരത്തിന്റെ വീഡിയോകളൊക്കെ അതൊക്കെ ഇവിടെ നിന്നാണ് അരങ്ങേറുന്നത്. ശ്രീകൃഷ്ണ ജയന്തിയുടെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ക്ഷേത്രം ഒരുവിധ ആളുകൾക്കൊക്കെ നമ്മുടെ ചാനലിലൂടെ പരിചയമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇപ്രാവശ്യത്തെ ഉത്സവത്തിന് 5 ആനകൾ, അതായത് നെറ്റിപ്പട്ടം കെട്ടിയ 5 ഗജവീരന്മാർ തന്നെയാണ് ഇപ്രാവശ്യം ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ കൊറോണയ്ക്ക് മുമ്പ് ഏകദേശം 4000 താലത്തിന് മുകളിലുണ്ടായിരുന്ന താലപ്പൊലി അകമ്പടിയോട് കൂടി ഉണ്ടായിരുന്ന ഒരു എഴുന്നള്ളത്തായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു 4000 താലത്തിന് മുകളിലുണ്ടാവും എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അത്രയും ഗംഭീരമായി നമ്മൾ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ കേരളത്തിലെ ഏറ്റവും വലിയ താലപ്പൊലി, കേരളത്തിലെ ഏറ്റവും വലിയതെന്ന് പറയുമ്പോൾ താലപ്പൊലി കേരളം കഴിഞ്ഞാൽ കുറവാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ താലപ്പൊലിയുള്ള ക്ഷേത്രമാണ് നമുക്ക് വിശേഷിപ്പിക്കാം എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞല്ലോ, ഈ ക്ഷേത്രത്തിലെ മാരിയമ്മയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ, മാരിയമ്മ ദേവിയാണ്. അപ്പൊ ഈ മഹാമാരികൾ ഒരു കാലഘട്ടത്തിൽ ചിക്കൻ ബോക്സ്, മലേറിയ അതുപോലുള്ള അസുഖങ്ങളൊക്കെ വന്നിരുന്നു. അപ്പൊ ഈ മാരിയമ്മയോട് പ്രാർത്ഥിച്ച് ഇവിടെ വഴിപാടുകൾ നടത്തി കഴിഞ്ഞാൽ ഈ അസുഖങ്ങൾ ഭേദപ്പെട്ടു പോകും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ മഹാമാരികൾ മാറ്റുന്ന അമ്മ എന്ന അർത്ഥത്തിലാണ് ഈ ദേവിയെ മാരിയമ്മ എന്ന് വിശേഷിപ്പിച്ചിരുന്നത്. അത് ചോള ഭരണ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഇതിന്റെ കറക്റ്റ് ഏത് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇതിന്റെ പഴക്കം നമുക്ക് നിർണ്ണയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അത്രയും പഴക്കമുള്ള ക്ഷേത്രമാണ് എന്നുള്ളതാണ്. വയനാടിന്റെ ഒരു ഹൃദയഭാഗം എന്ന് തന്നെ പറയാം നമുക്ക്. ബത്തേരി ഗണപതി വട്ടവും അല്ലെങ്കിൽ ഗണപതി ക്ഷേത്രവും അല്ലെങ്കിൽ ഈ മാരിയമ്മ ക്ഷേത്രമൊക്കെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു എന്ന് തന്നെ പറയാം. അത്രയും പ്രശസ്തമാണ് എന്നുള്ളതാണ്. ജാതി മത ഭേദമന്യേ ഒരുപാട് ഭക്തജനങ്ങൾ വരികയും അല്ലെങ്കിൽ അവരുടെ സങ്കടങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ദേവിയാണ്. അതായത് ഇവിടെ മനമൊരുക്കി പ്രാർത്ഥിച്ചാൽ ആ ആഗ്രഹങ്ങൾ സഫലീകരിക്കും എന്നുള്ളതൊക്കെയാണ് വിശ്വാസം. അപ്പൊ നമ്മുടെ ഈ വർഷത്തെ 2024 മാരിയമ്മ ക്ഷേത്ര മഹോത്സവം വളരെ ഗംഭീരമായിട്ട് പോകുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ കണ്ടു, അല്ലെങ്കിൽ ഇതിന്റെ അരങ്ങുകളൊക്കെ കണ്ടു. അപ്പം നമുക്ക് ഈ ക്ഷേത്ര ഭാരവാഹികളോട് നമുക്ക് ചോദിക്കാം. നമ്മുടെ ഈ ക്ഷേത്രം ഇന്നത്തെ ഈ നിലയിലേക്ക് എത്തിച്ച ഒരുപാട് ക്ഷേത്ര ഭാരവാഹികളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഗോപാലപിള്ള സാറ്. നമുക്ക് സാറോട് ചോദിക്കാം. സാർ നമസ്കാരം. നമസ്കാരം. അപ്പം നമ്മൾ പൂർവാധികം ഭംഗിയോടുകൂടിയാണ് ഇപ്രാവശ്യം നമ്മൾ മാരിയമ്മ ക്ഷേത്ര മഹോത്സവം കൊണ്ടാടുന്നത്. ഏകദേശം 5 ഗജവീരന്മാർ തന്നെയുണ്ട് അല്ലേ? അതിന്റെ ഒരു ഇപ്രാവശ്യത്തെ ഈ വർണ്ണ കാഴ്ചകളെ കുറിച്ച് ഒന്ന് പറയുകയാണെങ്കിൽ. അതെ, അതായത് വർണ്ണക്കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരിയമ്മൻ കോവിൽ ഉത്സവം എല്ലാ കാലത്തും ഗംഭീരമായിട്ട് തന്നെയാണ് നടന്നിട്ടുള്ളത്. അതിൽ ഈ കൊല്ലം അതിലിപ്പോ ആനയുടെ എണ്ണം കുറച്ചുകൂടി. ആദ്യം ഇതിന് മുൻപ് 5 ആന എഴുന്നള്ളിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു.
അത് കഴിഞ്ഞിട്ട് 3 എണ്ണമാക്കി. കഴിഞ്ഞ കൊല്ലം നിർഭാഗ്യവശാൽ അത് ആനയുടെ അസുഖമൊക്കെ കാരണം 1 ആയി കുറഞ്ഞു. ഈ കൊല്ലം 5 ആനകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ടാബ്ലോ, പിന്നെ കാവടി, കരകം, നിശ്ചല ദൃശ്യങ്ങൾ, അതുകൂടാതെ വളരെയധികം താലം, ചെണ്ടമേളം, കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ താലപ്പൊലി വിശേഷിപ്പിക്കാനാണ്. ഇത്രയും വലിയ താലെടുക്കുന്ന ഒരു ക്ഷേത്രങ്ങളും ഇന്ന് വേറെ ഇല്ല. അത് മൊത്തം മനോഹരമായിട്ട് അവിടെ നിന്ന് എടുത്ത് ഇവിടെ സമാപിക്കുകയാണ്. ഏതാണ്ട് 4 മണിക്കൂർ നേരം നമ്മുടെ ഈ നഗരത്തെ രീതികളെ കൈയടക്കിക്കൊണ്ട് അതിമനോഹരമായിട്ട് അച്ചടക്കത്തോടു കൂടി യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലാതെ ഇതുവരെ നടത്തിയിട്ടുണ്ട്. ഈ കൊല്ലവും അതും ഭംഗിയായിട്ട് നടക്കും എന്നുള്ള കുറച്ച് വിശ്വാസത്തിൽ ഞങ്ങൾ കമ്മിറ്റിക്കാർ നിരന്തരം അതിൻ്റെ പുറകിൽ ദിവസങ്ങളായിട്ട് എൻ്റെ സംഘാടകരും എല്ലാവരും കൂടിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഫലം അമ്മ നിറവേറ്റിത്തരുമെന്നുള്ള ഉത്തമ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. വിശ്വാസികളാണല്ലോ ഇതൊക്കെ നടത്തുന്നത്. അതിന്റെ പേരിൽ അത് ഞങ്ങൾ കുറച്ച് തന്നെ വിശ്വസിക്കുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം നമുക്ക് ഇങ്ങനെ ഒരു വളരെ ഗംഭീരമായ ഉത്സവം അറേഞ്ച് ചെയ്യാനും അതിന്റെ കറക്റ്റായിട്ടുള്ള നേതൃത്വങ്ങൾ കൊടുക്കാൻ അതിന്റെ നേതൃസ്ഥാനത്ത് ഇതുപോലുള്ള ഒരുപാട് ഭാരവാഹികളുണ്ട് ഉള്ളതിൽ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. മാരിയമ്മ ക്ഷേത്രാങ്കണത്തിൽ നിന്ന് നമ്മൾ വൈകുന്നേരം നമ്മുടെ ഗണപതി ക്ഷേത്രത്തിന്റെ മുറ്റത്തേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് ഗണപതി വട്ടം ബത്തേരിയുടെ ഹൃദയഭാഗമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പൊ ഇവിടുന്നാണ് നമ്മൾ ഈ പറഞ്ഞ ഗംഭീരമായ, അതായത് കേരളത്തിലെ ഏറ്റവും വലിയ താലപ്പൊലി അരങ്ങേറി നഗരപ്രദക്ഷിണം നടത്തി. ഏകദേശം 3 കിലോമീറ്റർ ഉണ്ട്. ഈ 3 കിലോമീറ്റർ നഗരപ്രദക്ഷിണം നടത്തി നമ്മൾ മാരിയമ്മ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തുന്നത്. അപ്പൊ ഇതില് ഒരുപാട് അമ്മമാരുണ്ട്, കുട്ടികളുണ്ട്, ഭക്തജനപ്രവാഹമാണ്, താലം എടുക്കുന്ന ഓരോരുത്തരുണ്ട്. അപ്പൊ ഇവർക്ക് ഇവിടെ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അതിലുപരി നമ്മൾക്ക് വീട്ടിൽ കൊടുക്കുന്നതിനേക്കാൾ വലിയൊരു പ്രൊട്ടക്ഷനാണ് ഈ സംഘാടക സമിതി നൽകുന്നത് എന്നുള്ളതാണ്. ഗണപതി അമ്പലത്തിൽ നിന്ന് താലം എടുക്കുന്ന ഓരോ അമ്മമാർക്കും ഓരോ കുട്ടികൾക്കും വേറെ എവിടെയും കിട്ടാത്ത ഒരു പ്രൊട്ടക്ഷനാണ് ഇവിടുന്ന് നമ്മൾ മാരിയമ്മ ക്ഷേത്രാങ്കണത്തിൽ താലം ചൊരിയുന്നവരെ ഈ സംഘാടക സമിതി നൽകുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾ വിചാരിക്കും തള്ളിമറിക്കുക ആയിരിക്കും വിചാരിക്കുക. പക്ഷെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ മാരിയമ്മ ക്ഷേത്ര മഹോത്സവത്തിന് പങ്കെടുത്തവരോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് തീർച്ചയായും മനസ്സിലാവും എന്നുള്ളതാണ്. നമുക്ക് ഈ സംഘാടക സമിതിയോട് ഇവരോടൊന്ന് ചോദിക്കാം ഇതിന്റെ ഒരു അനുഭവങ്ങൾ എങ്ങനെയാണ്. അപ്പൊ നമ്മൾ റോഡിൽ നിന്നിട്ടാണ്, ഫുട്പാത്തിൽ നിന്നിട്ടാണ് സംസാരിക്കുന്ന ആളുകൾ പാസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്താ സാറേ ചുമതല, എന്താ ഇവിടുത്തെ അപ്പൊ നമ്മുടെ ഈ ഒരു വാളണ്ടിയേഴ്സിന്റെ ഒരു പ്രൊഡക്ഷൻ അതിനെ കുറിച്ച് നമ്മളെ എങ്ങനെയാ പറയുന്നത്? ഈ താലം തുടങ്ങുന്നത് തന്നെ 7 മണി ആയിട്ടാണ്. 7 മണി ആകുമ്പോ അവിടെ 11 മണിയാവും. ഈ 11 മണി വരെ നമ്മൾ ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന 7, 8, 9, 10, 4 മണിക്കൂർ. ഈ 4 മണിക്കൂറും ഇവരുടെ പ്രൊട്ടക്ഷനില് ഇവരുടെ നേതൃത്വത്തിലാണ് ഇവിടെ വരുന്ന ഓരോ ജനങ്ങളിൽ തന്നെ നമുക്ക് പറയാം അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ 4000 താലം, ശരാശരി 4000 താലം വരെ നമുക്ക് കൊറോണയ്ക്ക് മുമ്പ് നമ്മൾ കണക്കാക്കിയിരുന്നു. കൊറോണ കഴിഞ്ഞ് ചെറിയൊരു കുറവുണ്ടായിരുന്നു. ഈ 4000 താലം എന്നൊക്കെ പറയുന്നത് ഇത്രയും അമ്മമാരും കുട്ടികളും ഇങ്ങോട്ട് വരുന്നത് ഇതുപോലുള്ള വലിയൊരു പ്രൊട്ടക്ഷൻ അവർക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് അല്ലെ. ആ ഒരു വിശ്വാസം തന്നെയാണ് ഓരോ അമ്മമാരെയും ഓരോ വർഷം കൂടുന്നതോറും കുട്ടികളെ ഇങ്ങോട്ട് എത്തിക്കാനുള്ള വലിയൊരു കാര്യം. പിന്നെ അതിലുപരി നമ്മുടെ മാരിയമ്മയുടെയും ഗണപതി ഭഗവാന്റെ വലിയൊരു അനുഗ്രഹവും. അതെ, വലിയൊരു അനുഗ്രഹമാണ്. നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇത് ഈ താലത്തിന് പ്രൊട്ടക്ഷൻ നൽകാനായിട്ട് അല്ലെങ്കിൽ അവരെ സജ്ജമാക്കാനായിട്ട് വാഹനങ്ങൾ നിയന്ത്രിക്കാനായിട്ട് ഒരുപാട് ആളുകൾ വാളണ്ടിയേഴ്സ് ആണ് നമ്മൾക്ക് ഇവിടെ ഇതിന്റെ ഒരു സംഘാടക സമിതിയുടെ നേതൃത്വം നൽകി നമ്മൾക്ക് പിന്നെ ഇവിടെ ഓരോ കാര്യങ്ങളും അറേഞ്ച് ചെയ്യുന്ന കാഴ്ചകൾ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഇതുകൊണ്ട് ഇതൊന്നും അല്ല, ഒരുപാട് ആളുകളാണ് ടൗണിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ടാണ് ഇവരെ പോലുള്ള ഒരുപാട് ആളുകൾ നേതൃത്വം നൽകുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു 7 മണിക്ക് താലം ഇറങ്ങും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നീണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് സൂചി കുത്താൻ ഇടമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയും ഭക്തജനപ്രവാഹമാണ് നമുക്ക് ഗണപതി ക്ഷേത്രത്തിൽ കാണാൻ കഴിയുന്നത്. എല്ലാവരുടെയും ഒരു അകമഴിഞ്ഞ സഹായം നേതൃത്വങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ സന്ധ്യ നേരത്തെ ദീപാരാധന സമയത്ത് ഒരുപാട് ഭക്തജനങ്ങളാണ് താലം എടുക്കാനും ഈ ഗണപതി ക്ഷേത്രത്തിനകത്തായിട്ട് നമുക്ക് കാണാൻ കഴിയാനുള്ളതാണ്. താലം എടുക്കാനായിട്ട് താലങ്ങൾ സജ്ജീകരിച്ചുകൊണ്ട് ഒരുപാട് അമ്മമാര്, കുമാരിമാര്, കുട്ടികള്, ഭക്തജനപ്രവാഹമാണ് നമുക്ക് ഈ ഗണപതി ഭഗവാന്റെ സന്നിധിയിൽ കാണാൻ കഴിയുന്നത്. നമ്മൾ പറഞ്ഞു ഇപ്രാവശ്യത്തെ മഹോത്സവത്തിന് നെറ്റിപ്പട്ടം കെട്ടിയ 5 ഗജവീരന്മാരാണ് നമ്മൾ എഴുന്നള്ളിക്കുന്നത്. അപ്പൊ അവരുടെ ഒരുക്കങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പൊ നെറ്റിപ്പട്ടം കെട്ടിയ ഈ ഗജവീരന്മാരുടെ ഒപ്പം ഒരുപാട് അമ്മമാര്, കുമാരിമാര്, ഭക്തജനപ്രവാഹങ്ങളാണ് നമുക്ക് ഈ സന്ധ്യാസമയത്ത് നമുക്ക് ഈ ഗണപതി ഭഗവാന്റെ തിരുസന്നിധിയിൽ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്.
നമ്മൾ ഈ ഗണപതി ക്ഷേത്രത്തിന് ഒരു വലം വെച്ചു എന്നുള്ളതാണ്. ഇവിടെ കണ്ട് ഒരുപാട് ഭക്തജനം നമ്മൾ നേരത്തെ കണ്ടേക്കാളും കൂടുതൽ ഭക്തജനങ്ങളായി എന്നുള്ളതാണ്. അപ്പൊ ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് നമ്മുടെ ആ താലപ്പൊലി അകമ്പടിയോട് കൂടിയുള്ള എഴുന്നള്ളത്ത് ഇറങ്ങാണ്. ഫ്രണ്ടിലായിട്ട് തന്നെ നമുക്ക് ഈ ക്ഷേത്ര ഭാരവാഹികളെ കാണാൻ കഴിയുന്നതാണ്. ക്ഷേത്ര കൊടികളെല്ലാം പിടിച്ചുകൊണ്ട് ഇതിന്റെ എല്ലാ ഭാരവാഹികളും ഇതിന് ഒരു നേതൃത്വം നൽകിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന്റെ തൊട്ട് പിന്നിലായിട്ട് ഒരുപാട് ടാബ്ലോസുകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നല്ല ഗംഭീരമായിട്ടുള്ള വെറൈറ്റി സംഭവങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കണ്ടോ, നല്ല ഗംഭീരമായിട്ടുള്ള ടാബ്ലോസുകൾ കാണാൻ കഴിയുന്നത് കണ്ടോ. ഒരുപാട് സംഭവങ്ങൾ നല്ല അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ വാക്കുകളില്ല. നല്ല വ്യത്യസ്തമായ ഒരുപാട് ടാബ്ലോസുകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. ഒന്നൊന്നിനും മെച്ചമായിട്ടുള്ള ടാബ്ലോസുകളാണ് ഇതെല്ലാം. ഒരുപാട് മൈലുകളെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നല്ല സൂപ്പർ ഗംഭീരം അടിപൊളി രൗദ്രഭാവത്തിൽ തന്നെ പിന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഗംഭീര കാഴ്ചയാണിത്. അതാണ് ഒരു രസം. ഇത് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്. ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന അറിയാൻ കഴിഞ്ഞത്. കണ്ണിനും മനസ്സിനും ഒക്കെ കുളിർമയേകുന്ന ഒരു വളരെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ ഈ സായാഹ്നത്തിൽ സഞ്ചരിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഇന്നത്തെ ഒരു അവസ്ഥ, ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ. നമ്മുടെ താലം ഗണപതി അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഗണപതി അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു എന്നുള്ളതാണ്. ഏകദേശം 1 കിലോമീറ്റർ ദൂരം നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞു. എന്നിട്ട് നമ്മളുടെ ഗണപതി അമ്പലത്തിൽ നിന്ന് ഇതുവരെ താലം ഇറങ്ങി തീർന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി താലത്തിന്റെ ഒരു വ്യാപ്തി അല്ലെങ്കിൽ ഒരു ലെങ്ത് എന്നുള്ളത്. താലപ്പൊലി എഴുന്നള്ളത്തിന്റെ അവസാന ഭാഗമായിട്ട് ആ ഗജവീരന്മാര് നെറ്റിപ്പട്ടം കെട്ടിയ 5 ഗജവീരന്മാരെ നമുക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ നമ്മൾ പറഞ്ഞല്ലോ ഈ താലം പോയി കഴിഞ്ഞാല് ഈ ഭക്തജനങ്ങള് അല്ലെങ്കിൽ ഇത് കാണാനായിട്ട് എത്തിയിരിക്കുന്ന ഒരുപാട് ആളുകൾ ഈ താലത്തിന്റെ ഇടയിലേക്ക് ഇടിച്ചു കയറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഒരു കാരണവശാലും ഈ താലം കഴിയുന്നതുവരെ ഈ താലത്തിന്റെ ഉള്ളിലേക്ക് കയറാതിരിക്കാൻ ഇവിടുത്തെ വാളണ്ടിയേഴ്സ് പിന്നെ നല്ല പരിശ്രമം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു വലിയ മനുഷ്യ ചങ്ങല തന്നെയാണ് ഇവിടെ തീർത്തിരിക്കുന്നത്. നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഒരാളും പുറത്തുനിന്നുള്ള ഇതില് ഭാരവാഹി അല്ലാത്ത ഒരാളും പുറത്തുനിന്ന് ഈ താലത്തിന്റെ ഉള്ളിലേക്ക് കയറില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്നുള്ളതാണ്. അത്രയും പ്രൊട്ടക്ഷനാണ് ഓരോ വ്യക്തികൾക്കും ഇവിടുത്തെ വാളണ്ടിയേഴ്സ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞു നമ്മുടെ ഗണപതി അമ്പലത്തിൽ നിന്ന് ഈ എഴുന്നള്ളത്ത് നഗരപ്രദക്ഷിണം നടത്തിയിട്ട്. ഇതുവരെ നമ്മുടെ ഈ ഒരു പിന്നെ താലം ഗണപതി അമ്പലത്തിൽ നിന്ന് മാരിയമ്മ ക്ഷേത്രത്തിൽ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ അവിടുന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്.
ഇതുണ്ടോ എത്രയാന്ന് നോക്ക്. ഒരുപാട് റോഡിന്റെ ഇരുവശങ്ങളിലും ഒരുപാട് അമ്മമാര്, കുട്ടികൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഭക്തജനങ്ങളാണ് ഈ താലത്തിന്റെ ഒരു അകമ്പടിയോടുകൂടി ഉള്ള ഈ എഴുന്നള്ളത്തിൽ പങ്കുചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിന്റെ എഡ്ജ് കാണണമെങ്കിൽ നമ്മൾ ഓട്ടോ വിളിച്ച് പോകേണ്ടി വരും എന്ന് തോന്നുന്നു, അത്രയ്ക്കും നീളത്തിലാണ്. ഇതിന്റെ ഏറ്റവും അവസാനമാണ് നമ്മൾക്ക് ആ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരെ കാണാൻ കഴിയുക എന്നുള്ളതാണ്. ഇത് കാലിക്കറ്റ് മൈസൂർ ദേശീയപാതയാണ്. അപ്പോൾ ഈ ഒരു സമയം ഏകദേശം ഒരു 4-5 മണിക്കൂർ നമ്മൾ ഇത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിലെ പോകുന്ന വാഹനങ്ങളൊക്കെ വേറെ വഴികളിലൂടെയാണ് ഇന്ന് തിരിച്ചുവിട്ടിരിക്കുന്നത്. 4 മണി തൊട്ടുള്ള ഗതാഗത നിയന്ത്രണങ്ങളാണ് ഇന്ന് നമ്മുടെ ഈ ഗണപതി വട്ടം ബത്തേരി നഗരത്തിൽ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ താലങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലൈറ്റ് അറേഞ്ച്മെന്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ഒരുപാട് ഗുഡ്സ് വണ്ടികൾ അലങ്കരിച്ചിട്ടാണ് നമുക്ക് ഈ താരങ്ങൾക്ക് വേണ്ടിയുള്ള ലൈറ്റുകളും അല്ലെങ്കിൽ ഇതിലേക്കുള്ള ലൈറ്റുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിന് ഒരുപാട് സംഘാടക സമിതിയുടെ വലിയൊരു സഹായങ്ങളാണ് ഇവിടെ ജനറേറ്ററുടെ ഒക്കെ കൂടി അനുബന്ധിച്ച് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കുടിവെള്ളത്തിനായിട്ടും ഉള്ള ഒരുപാട് സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ 7 മണിക്ക് നമ്മുടെ ഗണപതി ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങിയ ഘോഷയാത്ര അല്ലെങ്കിൽ എഴുന്നള്ളത്ത് ഇപ്പോഴും നമ്മുടെ മാരിയമ്മ ക്ഷേത്രത്തിൽ എത്തിയില്ല എന്നുള്ളതാണ്. സമയം 10 മണി കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ അവസാന ഘട്ടം ആ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരെ കാണാനായിട്ട് നമ്മൾ പോവാണ്. പതിനൊന്നര കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ സമയം ആയപ്പോഴത്തേക്കാണ് 7 മണിക്ക് തുടങ്ങിയ നമ്മുടെ ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ആ താലപ്പൊലി എഴുന്നള്ളത്ത് നമ്മുടെ മാരിയമ്മ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് മാരിയമ്മ ക്ഷേത്ര കവാടമാണ്. അപ്പൊ ഈ ക്ഷേത്രാങ്കണത്തിലേക്ക് നമ്മുടെ എഴുന്നള്ളത്തും അതുപോലെ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരൊക്കെ വരുമ്പോൾ ആളുകളെ മാറ്റുന്ന ഒരു തിരക്കിലാണ് ഇവിടുത്തെ നമ്മൾ നേരത്തെ കണ്ട വാളണ്ടിയേഴ്സും അതുപോലെ പോലീസും അതുപോലെ മറ്റുള്ള എല്ലാവരുടെയും ഒരു സഹായ സഹകരണങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുമെന്നുള്ളതാണ്. നമ്മൾ 4 മണിക്കൂറിന് ശേഷം നമ്മുടെ എഴുന്നള്ളത്ത് നമ്മുടെ മാരിയമ്മ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. നെറ്റിപ്പട്ടം കെട്ടി ഗജവീരന്മാരും അതുപോലെ തന്നെ ഒരുപാട് കോമരങ്ങളും അടക്കമുള്ള വലിയൊരു എഴുന്നള്ളത്താണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. അതിന്റെ സമാപ്തി കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് 7 മണിക്ക് തുടങ്ങി താലം 12 മണിയായപ്പോഴേക്കാണ് നമ്മുടെ മാരിയമ്മ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 5 മണിക്കൂർ നീണ്ട ഒരു വലിയൊരു പ്രദക്ഷിണം തന്നെയാണ് ഇവിടെ നടന്നത്. ഇപ്പൊ സമയം പുലർച്ചെ 5 മണിയാണ്. ഇപ്പോഴും ജനപ്രവാഹത്തിന് ഒട്ടും കുറവില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇന്നലെ കണ്ടല്ലോ കുറെ കോമരങ്ങള് ഈ ആഘോഷത്തിന്റെ കൂടെ ഈ എഴുന്നള്ളത്തിന്റെ കൂടെ വന്നിട്ടുള്ള കുറെ കോമരങ്ങള്. അവരെല്ലാവരും താഴെ നമ്മുടെ ഗണപതി ക്ഷേത്രത്തില് അവിടുത്തെ ക്ഷേത്രകുളത്തിൽ കുളിക്കാനായിട്ട് പോയിരിക്കുകയാണ്. ആ കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാലാണ് ഈ കനലിലേക്ക് ചാടുന്നതും ഇവിടുത്തെ ഒരു കനലാട്ടം എന്ന ആചാരം നമുക്ക് കാണാൻ കഴിയുന്നതൊക്കെ ഇനിയാണ്. ഈ കാണുന്നതാണ് ഗുരുസി. ഇതുണ്ട് വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ്. അതിൽ മഞ്ഞള് അതുപോലെ കുറെ ആളുകൾ ചില നാണയങ്ങളൊക്കെ വഴിപാടായിട്ട് ഇടുന്നുണ്ട്. അപ്പൊ ഇതാണ് കാണുന്നത്. ഇതൊക്കെയാണ് ശരീരത്തേക്ക് തളിക്കുന്നതും ഒഴിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാഴ്ചകൾ നമുക്ക്
പറ്റുന്നത്. പുലർച്ചെ 5 മണിയാണ്, അതുകൊണ്ട് സൗണ്ടിന്റെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് കാണാനായിട്ട് ഒരുപാട് ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രാങ്കണത്തിൽ, ക്ഷേത്ര മുറ്റത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് കണ്ടോ. ഒരുപാട് കൃതങ്ങളൊക്കെ എടുത്തുകൊണ്ട് മാത്രമാണ് ഇതിലേക്ക് ഈ കാഴിയിലേക്ക് ചാടാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് വിശ്വാസം. ഇനി കല്ലാട്ടം കഴിഞ്ഞു, ഇനി കുരിശിയാട്ടാണ്. അപ്പൊ കുരിശിയാട്ടത്തിനുള്ള കുരിശിയൊക്കെ അവിടെ ആയിട്ടുണ്ട്. ഇനി കുരിശിയാട്ടം കാണാനാണ് നമ്മൾ പോകുന്നത്. നല്ല ചൂട് എന്ന് പറഞ്ഞാൽ പരിസരത്ത് പോലും നിൽക്കാൻ പറ്റില്ല. കുരിശാട്ടം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ തിളച്ച വെള്ളമാണ് അദ്ദേഹം നമ്മുടെ മേത്തേക്കൊക്കെ തെറിച്ച് വീഴുന്നുണ്ട്. ഇന്ന് മാർച്ച് 6 രാവിലെ 6:30 എന്നുള്ളതാണ്. നമ്മൾ മാർച്ച് 5 തൊട്ട് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയതാണ്. അപ്പോൾ 6 ദിവസം നീണ്ടു നിന്ന മഹാമാരിയമ്മ ക്ഷേത്രത്തിലെ മഹോത്സവം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ഈ കൊടിയിറക്കുന്ന ഒരു ചടങ്ങ് കൂടെ നമുക്ക് കാണാം. അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇക്കൊല്ലത്തെ മാരിയമ്മ ക്ഷേത്ര മഹോത്സവം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മൾ പറഞ്ഞല്ലോ ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് എന്ന് പറഞ്ഞാൽ കുംഭം എഴുന്നള്ളത്ത്, കരകം എഴുന്നള്ളത്ത് ആണെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ആ കുംഭം എഴുന്നള്ളത്തില് ചാർത്തിയിരുന്ന പൂമാലകൾ നീക്കം ചെയ്യാണ്. ഇത് മേടിക്കാനായിട്ട് ഒരുപാട് ഭക്തജനങ്ങളാണ് ഇവിടെ എത്തുന്നത്. ഇത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പൊ ഇത് മേടിച്ച് ഓരോ ഭക്തജനങ്ങളും വീടുകളിലേക്ക് കൊണ്ടുപോവുകയും തങ്ങളുടെ പൂജാമുറികളിൽ സൂക്ഷിച്ചു വെക്കുന്നതൊക്കെ ഒരു കാഴ്ച നമുക്കിവിടെ കാണാം. നമ്മൾ പറഞ്ഞ പോലെ ഈ കുംഭം എഴുന്നള്ളത്തിലെ പൂമാലകളാണ് ഓരോ ഭക്തജനങ്ങളും ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നത്. ഇതിന്റെ പൂർണ്ണ കാഴ്ച കാണണമെങ്കിൽ നമ്മൾ ഈ ഉത്സവത്തിന് ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഈ ക്ഷേത്രത്തിലും ഈ ഉത്സവ പറമ്പിലും നിന്നാൽ മാത്രമാണ് നമുക്കിതൊക്കെ കാണുള്ളൂ. ഇത് പുലർച്ചെയാണ് ഈ ഒരു കുംഭം എഴുന്നള്ളത്തിലെ ഈ പൂമാലകൾ നീക്കം ചെയ്യുന്ന ഒരു കാഴ്ച കാണാൻ കഴിയും. അപ്പൊ ഇന്നത്തെ നമ്മുടെ മാരിയമ്മ മഹോത്സവം എല്ലാവർക്കും ഇഷ്ടമായില്ലേ? നമ്മുടെ ഗജവീരന്മാരുടെ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടിയുള്ള താലപ്പൊലി, അതുപോലെ നമ്മുടെ കരക എഴുന്നള്ളത്ത്, കുംഭം എഴുന്നള്ളത്ത്, ഗുരുസിയാട്ടം, ഇതൊക്കെ കാണേണ്ട കാഴ്ചയാണ്. കണ്ടല്ലോ. ഇത് നേരിട്ട് കാണാൻ പറ്റാത്തവരിലേക്കാണ് ജിത്തു സ്റ്റാനി നിങ്ങളിലേക്ക് ഇത് എത്തിച്ചിട്ടുള്ളത്. അപ്പൊ ഇപ്രാവശ്യം വരാൻ കഴിയാത്തവരാണെങ്കിൽ അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും ഈ മഹോത്സവം കാണാനും ഈ താലപ്പൊലി കാണാനും നിങ്ങൾ എത്തണം എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.